നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ ക്ഷേത്ര പാരമ്പര്യ അവകാശ കൂട്ടായ്മയുടെ ശ്രീരാമ സേവാ പുരസ്കാരം NP രാമൻകുട്ടി മാസ്റ്റർക്ക്. മണപ്പുറത്തെ കലാ സാംസ്കാരിക കൂട്ടായ്മയും സാമൂഹ്യ പ്രസ്ഥാനവുമായ മണപ്പുറം സമീക്ഷയുടെ ഈ വർഷത്തെ പുരസ്കാരാർഹരെ സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 36ാമത് KK ദിവാകരൻ ബലിദാന ദിനാചരണം സംഘടിപ്പിച്ചു. എടത്തുരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായുള്ള കൂത്തുമാക്കൽ, ചിറക്കൽ, ചെറുപുഴ തോട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഈ മാസം 8-ന് നടക്കും. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ക്ഷേത്ര പാരമ്പര്യ അവകാശ കൂട്ടായ്മയുടെ ശ്രീരാമ സേവാ പുരസ്കാരം NP രാമൻകുട്ടി മാസ്റ്റർക്ക്. ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് തൃപ്പയാർ ക്ഷേത്ര പാരമ്പര്യ അവകാശ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ തേവരുടെ പൂരം പുറപ്പാട് മുതൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്കായി ഏർപ്പെടുത്തിയ ശ്രീരാമ സേവാ പുരസ്കാരം നാളിശ്ശേരി പട്ടത്ത് NP രാമൻകുട്ടി മാസ്റ്റർ സമ്മാനിക്കും. 10,001 രൂപയും പൊന്നാട ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1980 മുതൽ കഴക ചുമതല വഹിക്കുന്ന രാമൻകുട്ടി മാസ്റ്ററാണ് തൃപ്പയാർ തേവരുടെ മകേരിയും പുറപ്പാടിനും ഉത്രം വിളക്കിനും തേവരെ മുഖ്യ മണ്ഡപത്തിലേക്ക് വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്താറുള്ളത്. റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. മകേരിയും പുറപ്പാടിന് മുന്നോടിയായി മാർച്ച് 21-ന് തൃപ്പയാറിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് പ്രസിഡന്റ്, ക്ഷേത്രം ഊരാളനുമായ ഡോക്ടർ PR ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സെക്രട്ടറി കൃഷ്ണകുമാർ ആമനത്ത് എന്നിവർ അറിയിച്ചു. ഇതോടൊപ്പം പതിറ്റാണ്ടുകളായി തേവരുടെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരെ ആദരിക്കും. തൃക്കോൾ ശാന്തിയായിരുന്ന പത്മനാഭൻ എംബ്രാതിരി, ഡോക്ടർ PR ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പന്തം ചുമതലക്കാരൻ സോമൻ ഊരോത്ത് എന്നിവർക്കാണ് മുൻ വർഷങ്ങളിൽ ശ്രീരാമ സേവ പുരസ്കാരം സമ്മാനിച്ചത്. മണപ്പുറത്തെ കലാ സാംസ്കാരിക കൂട്ടായ്മയും സാമൂഹ്യ പ്രസ്ഥാനവുമായ മണപ്പുറം സമീക്ഷയുടെ ഈ വർഷത്തെ പുരസ്കാരാർഹരെ സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. രാമു കാര്യാട്ട് സമഗ്ര സംഭാവന പുരസ്കാരത്തിന് കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അർഹനായി. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രമുഖ ഗാന്ധിയനും സ്വതന്ത്ര സമര സേനാനിയുമായ CKG വൈദ്യർ സ്മൃതി പുരസ്കാരത്തിന് മുൻ സ്പീക്കറും മന്ത്രിയും MP-യുമായിരുന്ന VM സുധീരൻ അർഹനായി. 1000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മണപ്പുറത്തിന്റെ പ്രിയ കവി P സലിംരാജിന്റെ പേരിലുള്ള പുരസ്കാരത്തിന് പ്രമുഖ കവിയത്രി അനിത തമ്പിയും അർഹനായി. 10,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. തൊഴിലാളി നേതാവും നാട്ടിക മണപ്പുറത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രമുഖ സംഘാടകനുമായിരുന്ന KV പീതാംബരൻ സ്മൃതി പുരസ്കാരത്തിന് നാട്ടിക മണപ്പുറത്തെ പ്രമുഖ തൊഴിലാളി കർഷക നേതാവ് സഖാവ് PR കറപ്പനാണ് അർഹനായത്. 10,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. തളിക്കുളം ബ്ലൂമിംഗ് ബർഡ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 2026 മാർച്ച് 7-ന് ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. പ്രശസ്ത സംവിധായകൻ കമൽ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. സമീക്ഷാ പ്രസിഡന്റ് MP സജീവൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MP സുരേന്ദ്രൻ, TR ഹാരി എന്നിവർ സംസാരിക്കുമെന്നും തൃപ്പയാർ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് MP സജീവൻ, സെക്രട്ടറി TS സുനിൽകുമാർ, രക്ഷാധികാരി പ്രൊഫസർ TR ഹാരി, ട്രഷറർ EA സുഗതകുമാർ, എക്സിക്യൂട്ടീവ് അംഗം CG അജിത് കുമാർ തുടങ്ങിയവർ അറിയിച്ചു. പുരസ്കാര സമർപ്പണ ചടങ്ങ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സംവിധായകനായ കമൽ ഖാൻ. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 36ാമത് KK ദിവാകരൻ ബലിദാന ദിനാചരണം സംഘടിപ്പിച്ചു. വലപ്പാട് ചന്തപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് കോതകുളം സണ്ടയിൽ നടന്ന അനുസ്മരണ സമ്മേളനം
BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയം ഇല്ലാതാക്കിയത് BJP-യുടെ മണ്ഡലം പ്രസിഡന്റിനെ മാത്രമല്ല, രാജ്യത്തിനു വേണ്ടി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു സൈനികനെ കൂടി ആയിരുന്നുവെന്ന് ഉല്ലാസ് ബാബു പറഞ്ഞു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, മണ്ഡലം സെക്രട്ടറി രശ്മി ഷിജോ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, ജില്ലാ സെക്രട്ടറിമാരായ EP ഹരീഷ് മാസ്റ്റർ, EP ജാൻസി, നേതാക്കളായ PV ആനന്ദൻ, KV അരുൺഗിരി, കാർത്തികേയൻ, ഷൈജു കൊട്ടുകൽ, വാസുദേവൻ തെക്കിനിയടത്ത്, ഉമ്മർ പൊക്കാക്കിലത്ത്, മോഹൻദാസ് ഭഗവതിപ്പറമ്പിൽ, സിജി സോമസുന്ദരൻ, ധനീഷ് മടത്തിപ്പറമ്പിൽ, സോമദത്തൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് നമ്മളിങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം കൂടുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൂനിയർ ടീമുകളിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. സീനിയേഴ്സായിട്ടുള്ള പ്രവർത്തകർ ഒരു കാലഘട്ടത്തിൽ, അന്ന് പഞ്ചായത്ത് മെമ്പറോ നിയമസഭയോ ലോകസഭയിലോ അധികാരങ്ങളിലോ ഭാരതത്തിൽ നിരവധി സംസ്ഥാനങ്ങളിലോ ഒന്നും BJP ഇല്ലാത്ത സമയം നമ്മൾ മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രങ്ങളും ആദർശങ്ങളും ഒരു കാലഘട്ടത്തിൽ ഈ നാടിനകത്ത് വളർന്നു വരുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ നാടുകളിൽ അന്ന് 5 പേര് 10 പേരാണ് ഒരു നാട്ടിനകത്തുണ്ടാവുക. അവരെയും കളിയാക്കും. BJP അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയപ്പെടുന്ന സമയത്ത് അന്നത്തെ ആളുകൾ കളിയാക്കും. അന്ന് 2 പേരും 5 പേരും 3 പേരും 10 പേരും 100 പേരും മാത്രമായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ പൂർവികന്മാർ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യയശാസ്ത്രം ഈ നാട് അംഗീകരിക്കുന്ന കാലം വരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 5 പേര് പഞ്ചായത്തിലുമുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കാൻ 10-200 പേരുമുണ്ട്. എടത്തുരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായുള്ള കൂത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഈ മാസം 8-ന് നടക്കും. എടത്തിരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ചിറക്കൽ ചെറുപുഴ തോട് വഴി ശുദ്ധജലം പ്രവഹിപ്പിച്ച് ഇരു പഞ്ചായത്തുകളിലെയും കുടിനീർ ക്ഷാമവും കൃഷി ജലസേചന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണിത്. മുൻ മന്ത്രി BS സുനിൽകുമാർ കയ്പമംഗലം MLA ആയിരിക്കുമ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4.8 കോടി രൂപ ഉപയോഗിച്ചാണ് ചിറക്കൽ ചെറുപുഴ പദ്ധതി ആരംഭിച്ചത്. കൂത്തുമാക്കൽ ഷട്ടറിനടിയിലൂടെ KLDC കനാലിൽ നിന്ന് ടണൽ വഴി ശുദ്ധജലമെത്തിച്ച് ചിറക്കൽ ചെറുപുഴ തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നതാണ് പദ്ധതി. 2016 നവംബറിൽ നിർമ്മാണോദ്ഘാടനം നടത്തി പണി ആരംഭിച്ചെങ്കിലും 5 സ്ലൂയിസുകൾ മാത്രം നിർമ്മിച്ച് കരാറുകാരൻ പണി നിർത്തിവെക്കുകയായിരുന്നു. കരാറുകാരനും ഉദ്യോഗസ്ഥരുമായുള്ള തർക്കമാണ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണം. കരാറുകാരൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതോടെ പദ്ധതി വീണ്ടും നീളാൻ കാരണമായി. 1.20 കോടി രൂപ E.T. ടൈസൺ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് പദ്ധതി റിവൈസ് ചെയ്ത് റീടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാണ് പിന്നീട് പണി ആരംഭിച്ചത്. 2016 തുടങ്ങി വെച്ച പദ്ധതി 2026 പൂർത്തീകരിക്കാനായത്. മാർച്ച് 8-ന് പദ്ധതി പ്രദേശത്ത് വെച്ച് ഉദ്ഘാടനം നടത്തും. അനുബന്ധമായി കലാപരിപാടികളും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന സംഘാടക സമിതി യോഗം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. PM അഹമ്മദ്, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, TK ചന്ദ്രബാബു, AV സതീഷ്, ഷീന വിശ്വൻ, KC ശിവരാമൻ, CB അബ്ദുൾ സമദ്, PK ഷാജു, ഉമറുൽ ഫാറൂഖ്, TK പ്രകാശൻ, PD സജീവൻ, രാജേന്ദ്രൻ കോതളത്ത്, RK ശിവരാമൻ, CB അബ്ദുൾ സമദ്, നവമി പ്രസാദ്, ഐഷാബി മുഹമ്മദ്, അജിതകുമാരി എന്നിവർ സംസാരിച്ചു. ബൈന പ്രദീപ് ചെയർമാനും അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് കൺവീനറും TK ചന്ദ്രബാബു ട്രഷറർ ആയും സംഘാടക സമിതി രൂപീകരിച്ചു. ഇപ്പോൾ ചെന്ന സ്ഥലത്തിന് പല ആൾക്കാരും ഇനി സ്ഥലം കൊടുത്താൽ ഞങ്ങളത് കൃഷി ഇറക്കാൻ പറ്റുമെന്ന് കർഷകരോട് പറയുകയാണ്. ഈ പ്രാവശ്യം എനിക്കൊന്ന് പുതിയത് വരുമ്പോൾ 50-60 ഏക്കറെങ്കിലും ചുരുക്കിയത് കൃഷി ഇറക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ. അതിൽ കൂടുതലേ ആവാൻ വഴിയുള്ളൂ. ഇപ്പം ചിറക്കൽ ചെറുപുഴയും കൂടെ വന്നാൽ, 2 സംയുക്തമായി വന്നാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ക്ഷാമം സംബന്ധിച്ച് ആളുകൾക്കുണ്ടാകുന്ന കർഷകർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയം സംബന്ധിച്ച് പരിഹരിക്കാൻ പറ്റും. നമുക്ക് ഇനി അതിന് നല്ല മുന്നൊരുക്കം വേഗത്തിൽ നടത്തണം. ഇതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു ചെറിയ ആലോചന യോഗമൊക്കെ നടത്തിയിട്ടുണ്ട്, എങ്ങനെ വേണം. അപ്പോൾ നമുക്ക് അതിനൊരു കരട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കുള്ള മാറ്റങ്ങൾ വെച്ച് ഫൈനലൈസ് ചെയ്യാം. നമ്മളെല്ലാവരും കൂടി ഇത് ഫൈനലൈസ് ചെയ്യാം. പെരിഞ്ഞനത്ത് ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി.
SNDP സമാജം ഹാളിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനം ഇരിഞ്ഞാലക്കുട ശ്രീ രുദ്രപീഠ മഠാധിപതി മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി അധ്യക്ഷൻ വിജയൻ മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഷാജി വരവൂർ മുഖ്യപ്രഭാഷണം നടത്തി. KR രാധാകൃഷ്ണൻ, K സുനിൽകുമാർ, സുജ ജോഷി, ER കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കലാ സാംസ്കാരിക കാർഷിക രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അഹിംസ ഏതുപോലെയാണോ ധർമ്മമായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഹിംസിക്കുന്നത് കണ്ട് നോക്കി നിൽക്കുന്നത് പരമമായ ഹിംസയാണ്. അഹിംസ പരമോ ധർമ്മ, ധർമ്മഹിംസ തഥൈവ ച. അപ്പോൾ ഹിംസിക്കുന്നത് കണ്ട് നോക്കി നിൽക്കുന്നതും അധർമ്മമാണ്. അതുകൊണ്ട് ഹിംസിക്കാൻ അറിയാത്തവൻ ഹിന്ദു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീമദ് ഋദ്ധപരാനന്ദ സ്വാമികൾ അധ്യക്ഷനായി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ടേവിസ് ചിറമൽ, ഡോക്ടർ RLV രാമകൃഷ്ണൻ, ശ്രീമദ് അസംഘാനന്ദഗിരി സ്വാമികൾ, ആശ്രമ സെക്രട്ടറി ദിവ്യാനന്ദഗിരി സ്വാമി, ബിജു പണ്ടാരിക്കൽ, ഷൈജു സായിറാം എന്നിവർ സംസാരിച്ചു. മാർച്ച് 8-നാണ് 7 ദേശങ്ങളുടെ ഊട്ടോളി രാമൻ, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി രാജൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, തിരുവാണിക്കാവ് രാജഗോപാലൻ, അക്കിക്കാവ് കാർത്തികേയൻ എന്നീ ആനകൾ പങ്കെടുക്കുന്ന പ്രശസ്തമായ പെരിങ്ങോട്ടുകര സോമശേഖര ഉത്സവം ആഘോഷിക്കുന്നത്. കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ബ്രാഹ്മണ പൗരോഹിത്യത്തിൻ്റെ നാരായവേരറുക്കുന്ന അതിവിപ്ലവകരമായ നടപടിയിലേക്ക് കടക്കുന്നത്. അന്ന് സ്വാമിയെ ആക്രമിക്കാൻ വന്ന പൗരോഹിത്യത്തിനോട് അദ്ദേഹം ശിരസ്സുയർത്തി പറഞ്ഞത്, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. ആ പ്രതിഷ്ഠയിലൂടെ അതുവരെ കേരളത്തിൽ അധസ്ഥിത വിഭാഗത്തിന് ദുർദൈവങ്ങളെ മാത്രം ആരാധിക്കാനും പ്രതിഷ്ഠിക്കാനും സാധിച്ചിരുന്നുവെങ്കിൽ അതിനുശേഷം സദ്ദൈവങ്ങളെയും ആരാധിക്കാനും പ്രതിഷ്ഠിക്കാനും സാധിക്കുന്ന ഒരു തലത്തിലേക്ക് വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടാകും. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാഴൂരിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി KK ജോബി അധ്യക്ഷനായി. നേതാക്കളായ KK രാജേന്ദ്ര ബാബു, KM ജയദേവൻ, TB ഷാജി, PR കൃഷ്ണകുമാർ, ഷില്ലി ജിജുമോൻ എന്നിവർ നേതൃത്വം നൽകി. കുഞ്ഞുങ്ങൾക്ക് നേരെയാണ് ആദ്യമായി അതിക്രമം ഉണ്ടായത്. വിദ്യാലയത്തിന് നേരെ അതിക്രമം ഉണ്ടാകുന്നു. ഈ യുദ്ധമുണ്ടാകുന്നതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടാകുന്നത്? ജോബി സൂചിപ്പിച്ച പോലെ അമേരിക്കയ്ക്കാണ്, ആ സാമ്രാജ്യത്വ ശക്തിക്കാണ് ഇതിനുള്ള നേട്ടമുണ്ടാകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. അവരുടെ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്നു, അവരുടെ മാൻ പവർ ഉപയോഗിക്കുന്നു. അങ്ങനെ അവരെ സംരക്ഷിക്കാനുള്ള, അവരുടെ ജനതയെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുദ്ധം കൊണ്ടുണ്ടാകുന്നത് നിരവധി ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടാണ്. എന്തു കുറ്റമാണ് ആ പിഞ്ചോമനകൾ ഈ ലോകത്തിനോട് ചെയ്തത്? പിറന്നു വീണ് 6, 7, 8 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് അവർ ആരുടെയാണ് ശത്രുക്കളായത്? ഗുരു ഗാന്ധി സമാഗമ ശതാബ്ദി ഛായാചിത്രജാഥ കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ നാട്ടികയിൽ എത്തിച്ചേർന്നു. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് സജി ജോസഫ് MLAയുടെ നേതൃത്വത്തിലായിരുന്നു ഛായാചിത്രജാഥ. നാട്ടികയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ചു. KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സുനിൽ ലാലൂർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, സെക്രട്ടറി KV ദാസൻ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC ഭാരവാഹികളായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, K ദിലീപ് കുമാർ, CM നൌഷാദ്, ശോഭ സുബിൻ, KK അശോകൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ PM സിദ്ദിഖ്, KB രാജീവ്, ആൻഡോ തൊറയൻ, PS സുൽഫിക്കർ, സന്തോഷ് മാസ്റ്റർ, MN ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM വിനു,
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബ ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സാമൂഹിക പരിഷ്കർത്താവ്, ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവനും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയ ഗുരു ഗാന്ധി സംഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷവേളയിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ശിവഗിരി മഠവും ചേർന്ന് വിപുലമായ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. നാട്ടിക മണ്ഡലം MLA CC മുകുന്ദന്റെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾക്കെതിരെ BJP ഒപ്പുശേഖരണം നടത്തി. BJP താന്യം പെരിങ്ങോട്ടുര പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒപ്പുശേഖരണം തൃപ്പയാർ കിഴക്കേ നടയിൽ സിറ്റി ജില്ലാ കമ്മിറ്റി അംഗം സിദ്ധൻ പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. G ജയശങ്കരൻ അധ്യക്ഷത വഹിച്ചു. സുഗേന്ദു സെൻ, NS ഉണ്ണിമോൻ, ജോഷി ബ്ലാങ്ങാട്ട്, P കൃഷ്ണനുണ്ണി, ഉണ്ണിക്കാറയിൽ, സുധീർ പൊറ്റേക്കാട്ട്, പ്രേംദാസ് വെങ്ങാലി, മുരളീധരൻ കല്ലറ്റ്, ശ്രീകേഷ് എന്നിവർ നേതൃത്വം നൽകി. പോട്ട 3 പീടിക പാതയിൽ കല്ലേറ്റുങ്കര വല്ലക്കുന്നിന് സമീപം സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇരിഞ്ഞാലക്കുട സ്വദേശികളായ ചെട്ടിപ്പറമ്പത്ത് കാരയിൽ വീട്ടിൽ ശൈലജ, കാരയിൽ വീട്ടിൽ ഹരിത, വലിയ വീട്ടിൽ കൃഷ്ണൻ എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തുനിന്നും ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പോയിരുന്ന ചീനിക്കാസ് എന്ന ബസ്സും എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു. കാട്ടൂരിൽ ബേക്കറി ജീവനക്കാരിയെ യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. പോംപേ സെന്റ് മേരീസ് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ബേക്കറിയിലെ ജീവനക്കാരി നെടുമ്പുര സ്വദേശിനി സിന്ധുവിനാണ് കുത്തേറ്റത്. കൈക്ക് പരിക്കേറ്റ യുവതിയെ കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടൂർ തെക്കുംമൂല സ്വദേശി ജിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേലൂർ പിണ്ടാണിയിൽ എക്സൈസ് സംഘം 800 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. വിന്റേജ് ഫാമിനോട് ചേർന്നുള്ള കാട് പിടിച്ചു കിടക്കുന്ന കുളക്കരയിൽ 2 ഡ്രമ്മുകളിലായി കുഴിച്ചിട്ട നിലയിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. 20 ഏക്കറോളം വരുന്ന വിന്റേജ് ഫാമിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള കാപ്പ കേസിലെ പ്രതികൾ ഒളിച്ചു താമസിക്കുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. ഇവരാണ് ചാരായ നിർമ്മാണത്തിന് ശ്രമിച്ചതെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. വരന്തരപ്പള്ളി പാലകൽ ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരക്കൊമ്പുകൾ അടർന്നു വീണു. നടപ്പന്തലിന്റെ മേൽക്കൂരയ്ക്കും വഴിപാട് കൗണ്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. പുലർച്ചെയായിരുന്നു സംഭവം. ഈ സമയത്ത് ആരും ഇല്ലാതിരുന്നത് വൻ അപകടം ഒഴിവായി. ആലിന്റെ 3 വലിയ കൊമ്പുകളാണ് അടർന്നു വീണത്. 2 കൊമ്പുകൾ ക്ഷേത്രത്തിലേക്കും 1 കൊമ്പ് റോഡിലേക്കുമാണ് വീണത്. വൈദ്യുതി കമ്പിയിലേക്ക് മരക്കൊമ്പുകൾ വീണതോടെ മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. റോഡിലേക്ക് മരക്കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൊമ്പുകളാണ് അടർന്നു വീണത്. അപകടാവസ്ഥയിലുള്ള മറ്റു കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാൽപ്പതടി താഴ്ചയുള്ള കിണറ്റിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. തൃശൂർ കോർപ്പറേഷൻ 7ാം ഡിവിഷനിൽ ഉൾപ്പെട്ട മണ്ണുകാട് പൂശ്ശേരി പ്രകാശന്റെ വീട്ടിലെ 40 അടി താഴ്ചയുള്ള കിണറ്റിലാണ് പശു വീണത്. സമീപവാസിയായ സുധാകരൻ പൊരിയത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പശു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MG രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫയർ ഓഫീസർമാരായ K ശിവദാസൻ, CG ആദർശ് എന്നിവർ ലാഡർ ഉപയോഗിച്ച് കിണറ്റിലിറങ്ങി ഹോസ് ബെൽറ്റും റോപ്പും ഉപയോഗിച്ച് പശുവിനെ സുരക്ഷിതമായി കെട്ടിനിർത്തി. തുടർന്ന് ഫയർ ഓഫീസർമാരായ പ്രതീഷ് PK, ജിമോദ് VV, അനീഷ് S, ഹോംഗാർഡ് വിജയൻ എന്നിവരും നാട്ടുകാരും ചേർന്ന് ഏറെ പരിശ്രമത്തിനൊടുവിൽ പശുവിനെ കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് പശുവിന്റെ ഉടമസ്ഥന് കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ക്ഷേത്ര പാരമ്പര്യ അവകാശ കൂട്ടായ്മയുടെ ശ്രീരാമ സേവാ പുരസ്കാരം NP രാമൻകുട്ടി മാസ്റ്റർക്ക്. മണപ്പുറത്തെ കലാ സാംസ്കാരിക കൂട്ടായ്മയും സാമൂഹ്യ പ്രസ്ഥാനവുമായ മണപ്പുറം സമീക്ഷയുടെ ഈ വർഷത്തെ പുരസ്കാരാർഹരെ സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 36ാമത് KK ദിവാകരൻ ബലിദാന ദിനാചരണം സംഘടിപ്പിച്ചു.
എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായുള്ള കൂത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഈ മാസം 8-ന് നടക്കും. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.